ഹലോ, ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് ഇട്ടത്. നമുക്ക് നമ്മളെ മരുമകൻ രാജേഷ് കൊണ്ടു തന്നതാണ്. ഏട്ടൻ്റെ മരുമകൻ, നമ്മുടെ മരുമകൻ തന്നെ. അപ്പോൾ അവൻ കൊണ്ടു തന്ന മീനാണ്. ഇതിന് ഞങ്ങളെ നാട്ടിൽ പറയാം കൽവക്കോരാന്നാണ്. നിങ്ങളവിടെ എന്താ പറയാന്നറിയില്ല. പിന്നെ ഇന്ന് നമുക്കിതാണ് കറി. നമ്മുടെ ചോറായി കൊണ്ട് നിൽക്കുന്നു. ഇത് മുറിക്കാൻ നല്ല കുറച്ച് ബുദ്ധിമുട്ടാണ്, തൊലിക്കൊന്ന് കളയാൻ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് മുറിച്ചതിന് ശേഷം നമുക്ക് കാണുന്നതായിരിക്കും. നമ്മൾ ലക്സ ബേബി ചപ്പാത്തി തിന്നില്ല, ചായ കുടിച്ചില്ല, കയറി കിടക്കാനാണ്. എന്താണെന്ന് എനിക്കറിയാം. പനി ഉണ്ടാക്കടാ. നമ്മളെ കറി തിളക്കിന് ഇതാ നമ്മളെ മീൻ പൊള്ളിക്കാനുള്ള ഇതൊക്കെ കൂട്ടുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ മീൻ ഇതൊന്ന് പൊള്ളിച്ചാളാന്ന് വിചാരിക്കുന്നു. വരിഞ്ഞു വെച്ച് തോല് പൊളിച്ച് വരിഞ്ഞു വെച്ചതാട്ടോ. ഹലോ, അപ്പം നമ്മൾ ഈ അരപ്പൊക്കെ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇപ്പം പൊരിക്കത്തില്ല, ഇപ്പം പൊള്ളിക്കത്തില്ല. നമ്മൾ ചോറ് കഴിക്കാൻ നേരത്തെ കേട്ടോ. അപ്പോൾ കാണാവേ. കയ്യിലൊക്കെ മുളകാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ലവ് യു ഉമ്മ. എല്ലാവരും പോയോ? ടാറ്റ പോയോ? ടാറ്റയല്ല, സ്കൂളുണ്ട്. ഇന്ന് എല്ലാവർക്കും സ്കൂളുണ്ട്. സ്കൂളിൽ പോകുന്ന മക്കളൊന്നും നമ്മളെ വീഡിയോ കാണുന്നില്ല. നമുക്കറിയാം, നമ്മൾ നിൽക്കുമ്പോൾ വരെ നമ്മളത് കാണുന്നില്ല. അവന് ഗെയിം കളിക്കാനാണ് നേരം. പിന്നെ നമ്മൾ ചന്ദ്രൊക്കെ കാണിയാക്കി ചിലപ്പോൾ കാണും, ചിലപ്പോൾ പറയും മേമേ ഞങ്ങൾ ലൈക്ക് ഇട്ട് കണ്ട് എന്നൊക്കെ പറയും. പിന്നെ എൻ്റെ ഓഫീസിൽ പോകുന്ന മക്കള്, ജോബിന് പോകുന്ന മക്കളെല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. കണ്ടാൽ നമുക്ക് ലൈക്കും തരുന്നുണ്ട്. ചിലർ ലൈക്ക് ഇടാണ്ട് പോകുന്നുണ്ട്. സാരമില്ല, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പിന്നീട് വയ്യ കാണാം ബാക്കി ഭാഗം. നമ്മളെ കറിയൊക്കെ ചട്ടിന് ഒഴിവാക്കി വെച്ച് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം. സമയം അധികം ഒന്നും ആയില്ല, അതൊന്നും കൂടെ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. സമയം അധികം ആയില്ല. രാവിലെ തന്നെ എൻ്റെ പണിയൊക്കെ കഴിച്ചാൽ സമയം എത്രയും ഞാൻ ഇപ്പം കാണിച്ചു തരാം. അതാണ് 9:30 ആകുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലേക്ക്. ഹലോ ഗൈസ്, നമ്മളൊന്ന് മീൻ പൊള്ളിച്ചെടുക്കാൻ പോവാണ്. നമ്മളെ ദോശക്കല്ല് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ. ഇനി നമ്മൾ ഇലയിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് മീൻ വെച്ച് കൊടുക്കാം അല്ലേ. മീൻ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ആദ്യം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇനി നമ്മളേതായ കണ്ടുപിടുത്തത്തിലുള്ള ഇതാണ് അപ്പം ഞാനിന്ന് യൂട്യൂബോ കാര്യങ്ങളൊന്നും നോക്കാണ്ടാണ് നമ്മൾ മീൻ പൊള്ളിക്കുന്നത്. ഇന്ന് എൻ്റേതായ ഇഷ്ടങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മീനൊന്ന് വെച്ചു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് കറിവേപ്പില തീർന്നു. അപ്പം നമ്മളൊന്ന് മുറ്റത്തേക്ക് പോയി നോക്കട്ടെ, എന്തെങ്കിലും നമുക്ക് അതിൻ്റെ മുകളിൽ ഡിസൈൻ വെക്കാൻ കിട്ടുമെന്ന്. നമ്മളെ വലിയ കറിവേപ്പില മരം അങ്ങനെ തമർന്നു, കാരണം മഴ പെയ്തിട്ട് അങ്ങനെ ആയിപ്പോയി. അങ്ങനെ നമ്മളിത് പുല്ലിലും കാട്ടിലും പോകാമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളെ മുറ്റത്ത് മുളച്ച പുല്ലാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഈ ഇലയും കൊണ്ട് പറിക്കാം. അതും ഒരു ഡിസൈൻ വെക്കാന്ന്. നല്ല മണമൊക്കെ ഉള്ളൊരു ഇലയാണ്. ഇനി നമ്മൾ പോയി നോക്കട്ടെ. കറിവേപ്പില ഈ ഇലയും കറിവേപ്പിലയും നമ്മൾ ചതച്ചു. കറിവേപ്പില മരം പിന്നെയും അവിടെ ഉണ്ടായിരുന്നില്ല, ആ മൂലയിലുണ്ടായിരുന്നല്ലോ കറിവേപ്പില. അതും പോയോ? ഇതവിടെ ഉണ്ടായിരുന്നു ഗൈസ്. അതും ഒക്കെ തീർന്നു. അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കുറച്ച് കിട്ടിയത് മതി. നമ്മളെ മുറ്റത്തൊന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇവിടെ ഉണ്ടായിന്, ആ മൂലയിലുണ്ടായിന് കറിവേപ്പില മരം. ഇപ്പോൾ കാണുന്നില്ല. വേനലിൽ പോയതാ. നമ്മളെ തൊടി കാടായിപ്പോയി. നമ്മളെ രാത്രി ഇരട്ടരിക്കായി. ഞാൻ എന്നെ വലിയ ആളെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിനി എന്താ പറയുക, നമ്മളെ പച്ചമുളകൊക്കെ ഭംഗിക്ക് നമുക്ക് ഡിസൈൻ വെക്കണമെങ്കിൽ ഒരു പച്ചമുളക് ഇറക്കാം അല്ലേ? വേണോ? വേണ്ടാന്ന് നോക്കട്ടെ. മൂത്ത മുളക് നോക്കട്ടെ. മൂത്ത മുളകൊന്നുമില്ല. മുളകൊക്കെ കുഞ്ഞായിപ്പോയി. മുളകിന് കണ്ണേറ് പറ്റിപ്പോയി. എന്നാലും വേണ്ടിയില്ല, നമുക്കും ഒന്ന് പറിക്കാന്നേ. നില്ലടി പോയില്ലേ?
ഹലോ ഗൈസ്, അപ്പം നമ്മളെ മീൻ പൊരിക്കാനുള്ളതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്ത് നമ്മളെ നാട്ടിലെ കറിവേപ്പില, നമ്മളെ നാട്ടിലെ മുളക് ഒക്കെ നമ്മളെ നാട് എന്നെ പുണ്യം. മഴ പെയ്ത് കറിവേപ്പിലൊക്കെ നാശകോശമായി ഒക്കെ റെഡിയാവും. അപ്പം നമ്മൾ അടുപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓഫാക്കിയിട്ടാണ് നമ്മൾ പോയത്. എന്തിന്? അമ്മായിക്ക് നല്ല ചുമ ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കുപ്പിയാണ്. ഇതിലും നമ്മൾ ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ. നമ്മൾ വാഴണ്ടലി ഒന്ന് മരിയട്ടെ. അപ്പം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഹലോ ഗൈസ്, നമ്മളിതാ ഇതിന് വെച്ചിന് വെളിച്ചെണ്ണ ഉണ്ട്. അല്ലാതെ നമുക്ക് ഇത്തിരി കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെക്കാം. ഹലോ ഗൈസ്, നമ്മളിതാ വീഡിയോ ഓഫാക്കിയിട്ട് ഞാൻ അതൊക്കെ ചെയ്തത്. നമ്മളിത് അങ്ങനെ വെച്ചാൽ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മറിച്ചിടണം. മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊതിയുന്നത്. അല്ലാണ്ട് പൊതിഞ്ഞിട്ട് മറിച്ചിടാറുണ്ടല്ലോ. നമ്മൾ അതിൻ്റെ മുന്നേ വേവിച്ചില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് വെച്ചിട്ട് അടയ്ക്കാൻ പോവാണ്. നല്ല അമർത്തി വെച്ചാൽ ആവിയിൽ വെന്ത് പുഴുങ്ങിയൊക്കെ മാതിരി ആവട്ടെ. എന്നിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ വേറൊരു മൂടിയും കൂടി വെച്ച് മൂടി വെച്ചാൽ സെറ്റ്. നമ്മൾ വേറൊരു മൂടിയും കൂടി വെച്ച് മൂടിക്കാണ്. നമ്മൾ ദമ്മൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. ചോറ് തിന്നാനേ തോന്നുന്നുണ്ട്. എൻ്റെ രക്തത്തിൽ കുഴങ്ങി തളർന്ന് കിടക്കുന്നു. ചോറ് തിന്നാൻ സമയമായില്ലല്ലോ. 1:35 നമ്മളെ വെയിറ്റ് അങ്ങ് എടുക്കാൻ പോവാന്. എന്തോ കൈ എല്ലൊക്കെ അങ്ങനെ വെച്ച കാരണം മൂടിച്ചിങ്ങോട്ട് വരാം. സംഭവം സൂപ്പറായി വരുന്നുണ്ട് കേട്ടോ. നമ്മളിതൊന്ന് മറച്ചിടട്ടെ ഗൈസ്. നമ്മൾ ചെത്തകത്തിൽ ഇങ്ങനെ കോരിയുന്നു. ഈ വീഡിയോ പിടിച്ചുകൊണ്ട് ഇതിങ്ങനെ മറച്ചിടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ മറച്ചിട്ട് കാണുന്നതായിരിക്കും. അവൻ്റെ മോൻ ഇവിടെ തന്നെ അവൻ പിടിച്ചു. അയ്യോ ഗൈസ്, നമ്മളിത് അങ്ങനെ സെറ്റ് ചെയ്ത് ഇതൊക്കെ മറിച്ച് കൂട്ടാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മറിച്ചിട്ട് നമ്മൾ ദം കൂടി വെക്കാൻ പോകണം. മൂടി വെച്ചു, ഇങ്ങനെ വെച്ചോ. ഇനി നമുക്ക് ദം കൊടുക്കാം. എന്നാൽ എന്ത് ചെയ്യും? ഒരിയും ചെയ്യും, വേവും ചെയ്യും ഗൈസ്. അപ്പം നമ്മളെ മീൻ പൊളിച്ചതൊക്കെ ഇതാ ഈ തരത്തിലൊക്കെ അയക്കുന്നത്. എന്താണോ എന്തോ നല്ല പുകയൊക്കെ പോകേണ്ടി ഞാൻ വന്നപ്പോൾ അതൊക്കെ കരിഞ്ഞതാണോ? നല്ല കരിഞ്ഞു. അതുകൊണ്ട് നമ്മളിന്ന് പൊതിയുന്നില്ല. അത് ഇങ്ങനെ തന്നെ എടുത്ത് വെക്കാണ്. അതിൻ്റെ അകത്ത് ഇച്ചിരി വട അങ്ങനെ ഒരു കരിച്ചിരി വന്നത്. നമ്മൾ മൂടി വെച്ചുകൊണ്ട് തന്നെ കൊണ്ടുവെക്കണം. എൻ്റെ ഡക്സബേബി ക്ഷീണിച്ച് കിടക്കണം. ചോറിന് സമയത്ത് അപ്പോ നമ്മളെ ഇലയൊക്കെ കരിഞ്ഞത് കാണണ്ടല്ലേ. ഹലോ ഹായ്, നമ്മളിതാ പൊള്ളിച്ചതും മീൻകറിയും ചോറും തിന്നാൻ പോവാണ്. നമ്മുടെ അമ്മായി ഇന്ന് കഞ്ഞിയ കുടിച്ചത് ഗൈസ്. അമ്മായിക്ക് പനി വന്നപ്പോഴത്തേന് അമ്മായിക്ക് പനി എടുത്തുകൂടെ വരുമ്പോഴത്തേന് ഭക്ഷണം അവിടെ നിർത്തി. ഇന്ന് രാവിലെ മുട്ട റോസ്റ്റൊന്നും തിന്നില്ല, ഒരു ചപ്പാത്തി മാത്രം തിന്ന്, മുട്ടയൊന്നും കഴിച്ചില്ല. എനിക്ക് വേണ്ടാറുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചോറ് വാർക്കുമ്പോൾ തന്നെ കഞ്ഞി എടുത്ത് എനിക്കറിയാം ചോറ് വേണ്ടാറില്ല. അങ്ങനെ ലേശം കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം. പനി മരുന്നൊക്കെ കഴിച്ചിട്ടാ. വാവ്, പൊളിച്ചത് അടിപൊളി. വെളുത്തുള്ളിൻ്റെ ഒക്കെ ടേസ്റ്റായിട്ട് നല്ല രസമുണ്ട്. ഇഷ്ടമാണല്ലോ. നമ്മളെ പച്ചമുളക് കയ്യിൽ കിടന്ന് നെരിഞ്ഞ് നല്ല രസമുണ്ട്. സൂപ്പറായിട്ട്. ഇനി നമ്മളെ വീഡിയോ തിന്നിട്ട് പറയപ്പോ. എൻ്റെ മോന് പനിച്ചിട്ടാ. മുണ്ടിയൊക്കെയാണ്
എന്താ പൂ പറയണേ? മറ്റേ ഇതുപോലെ നോൺസെൻസ് ആയിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ ഇറങ്ങൂല, അവനൊരു ചെറിയുണ്ട്, അതാണ് മുണ്ടി വെക്കാന്ന് പറയില്ല. ആരും അതിന്റെ അടുത്തേക്ക് വരില്ല. പകരുന്ന സാധനം മുണ്ടി വെക്കാന്ന് പറഞ്ഞ ആന. അപ്പൊ സൂപ്പറാണ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചോറൊന്നും വിചാരിക്കുന്നു. നമ്മൾ ഉണ്ണിയുടെ ബലിയിട്ട് ഇതൊക്കെ ഞാൻ ഇട്ടുണ്ട്, ഒന്ന് പോയി കണ്ടുകൊണ്ടിരിക്കാണ്. അതൊക്കെ അഴിഞ്ഞു എന്തെങ്കിലും രാജാ. ലവ് യു ഉമ്മ. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിർത്തുന്നു. നമ്മൾ ഉണ്ണിയറിനെ വെച്ച് നമ്മൾ വിട്ട് മോൻ ഒന്നെന്നെ കൊടുത്തു. അവൻ്റെ വായിക്ക് രുചിയില്ല. രുചി ഉണ്ടാകാൻ ഇതിന് രുചിയുണ്ട്. അവ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോൻ എങ്ങനെയെങ്കിലും ഞാൻ പിന്നെ പനി ആയാലും ഭക്ഷണമൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കും. അമ്മയ്ക്ക് നമുക്ക് തീറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ. അമ്മയ്ക്ക് തിന്നൂല, ഛർദിക്കുമല്ലോ, അതാ പറയാം.